ഷെറിൻസ് ടേസ്റ്റ് ദ ബെസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. പിന്നെ 250 ഗ്രാം ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കാം. ഒപ്പം ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും എല്ലാതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനതിൽ തക്കാളി ഇടുന്നില്ല. മസാലകളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നും കൂടെ കുഴച്ച് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിലൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് ഏകദേശം ബ്രൗൺ നിറം ആയതിനു ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം മൂടി വെക്കണം. വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം അതിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ശേഷം 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ചിക്കൻ ഒന്നും കൂടി നല്ലോണം വേവിച്ചെടുക്കുക. കുറച്ചുകൂടി കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ കറി കുറച്ച് തിക്കാവുകയും ചെയ്യും. പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് കൂടുമില്ല. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. ഒരു 1-2 തിള വരുമ്പോഴേക്കും നമ്മൾ സ്റ്റവ് ഓഫ് ആക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. പിന്നെ ഇതുപോലത്തെ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മൺചട്ടി തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓപ്ഷണലാണ്. ഈ ഇല വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്. ഞങ്ങൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഈ ഇല ഇട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചോറ്റോല എന്നാണ് പറയുക. സാധാരണ എന്താ അതിന് പറയാമെന്ന് അറിയില്ല. ഇപ്പം നമ്മുടെ നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കി ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇതിലാ എരിവും പുളിയും ഉപ്പും എല്ലാം അതിലേക്ക് ചേരുള്ളൂ. അപ്പോഴേ ഇതിന് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഉണ്ടാക്കി ഉടനെ തന്നെ കഴിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം. മീൻ കറി ആയിക്കോട്ടെ ചിക്കൻ കറി ആയിക്കോട്ടെ ഒക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് അതിൽ ആ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരും. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.